ഫ്രണ്ട്സ്, ഇതിപ്പോൾ എങ്ങനെയുണ്ട്? ഇന്ന് ടെഡിയുടെ ആണല്ലോ. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞു ടെഡിക്കുട്ടനെ വെച്ചിട്ട് ഒരു മണ്ടൽ ആർട്ട് വരക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഞാനിത് ഒരുപാട് റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തിട്ട് ഞാൻ വരക്കുന്നതാണ് കേട്ടോ. ഞാൻ വരക്കുന്നത് എപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറയണേ. ഞാനിന്ന് വളരെ കുറച്ച് സമയം ഉണ്ടായിട്ട് കേട്ടോ എനിക്ക് വരക്കാനും വീഡിയോ എടുക്കാനെല്ലാം. കാരണം വാലന്റൈൻസ് ഡേ അല്ലേ വരാൻ പോകുന്നത്. എനിക്കൊരു ചിത്രത്തിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിന്. ഒരു കപ്പിൾ തീമുള്ള ചിത്രത്തിൻ്റെ ഓർഡറാണ് വന്നിട്ടുണ്ടായിനി. അതും കൂടി വരക്കേണ്ട തിരക്കിലായിപ്പോയി. നമ്മളത് വരച്ചാൽ മാത്രം പോരല്ല, നമ്മൾ വരച്ചിട്ട് നമ്മൾ ഫ്രെയിമെല്ലാം ചെയ്തിട്ടാണ് കേട്ടോ. ഓർഡർ വരുന്ന ചിത്രങ്ങളിൽ ഞാൻ അങ്ങനെയാണ് കൊടുക്കൽ. അപ്പോൾ അതിൻ്റെയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ചിത്രങ്ങളെല്ലാം സെയിൽ ചെയ്യുമ്പോൾ വളരെ പൈസ കുറച്ചിട്ടാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഓർഡറുകൾ കിട്ടലും ഉണ്ട്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ വന്നൊരു ഓർഡറാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം ഇല്ലെങ്കിലും നമുക്ക് എന്തായാലും അവരുടെ കയ്യിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി വരക്കുന്ന തിരക്കിലായതുകൊണ്ട് ഈ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ കുറച്ച് റെഫറൻസ് എല്ലാം നോക്കിയതിൽ എനിക്ക് ഈ ടെഡിക്കുട്ടിനെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിനെ. ഞാൻ അതാണ് കേട്ടോ ഇതന്നെ സെലക്ട് ചെയ്തിട്ട് വരച്ചത്. അതിനെ സർക്കിളിൻ്റെ അകത്താക്കിയിട്ട് അതിൻ്റെ ചുറ്റും മണ്ടലാർട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചിത്രം വരച്ചിട്ടുള്ളത്. എൻ്റെ ഇന്നലത്തെ ചോക്ലേറ്റിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചോക്ലേറ്റ് ഞാൻ ആ രീതിയിൽ തന്നെയാണ് വരച്ചത്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയലുണ്ട്, എൻ്റെ വീഡിയോ കാണുന്ന ബിഗിനേഴ്സിന് ഏറ്റവും നല്ല എളുപ്പത്തിൽ എങ്ങനെയാണോ മണ്ടലാർട്ട് വരയ്ക്കാൻ പറ്റുക ആ രീതിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ ചിത്രങ്ങളെല്ലാം വരക്കൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾക്കും ഇത് വരക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മളെ പെൺകുട്ടികൾക്കല്ലേ ഈ ടെഡി ബിയറിനോടെല്ലാം കുറച്ച് ഭ്രാന്ത് കൂടുതൽ. എനിക്കും ഉണ്ട് കേട്ടോ കുറച്ച് കളക്ഷൻസ്. നിങ്ങൾക്ക് ഇന്ന് ടെഡിയുടെ ആയിട്ടും ടെഡി ബിയർ കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സാധനം കയ്യിൽ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ വരച്ചിട്ട് നമ്മളെ റൂമിലെല്ലാം വെക്കാമല്ലോ. ഞാനും ഇതൊരു സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടി വരക്കുന്നതാണ് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ അനിയൻ തന്നെയാണ്. ഞാനിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് അധികം ഓന് കൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും എൻ്റെ കുഞ്ഞിക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നമ്മളതിനെ കുഞ്ഞ് പിങ്ക് കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം പിങ്ക് എപ്പോഴും നമ്മളെ ചിത്രത്തിനൊന്ന് ക്യൂട്ടാക്കും പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.